അപ്പൊ നമ്മളെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ കസിൻസിന്റെ കുറേ നാള് ആയിട്ട് പ്ലാൻ ചെയ്ത ട്രിപ്പാണിത് ഇന്ന് നടക്കാൻ. വണ്ടി ഇടിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒഴുങ്ങിയിട്ട് താഴെ ആപ്പിനാണ് തലശ്ശേരിയിലേക്ക് കൊണ്ടുവിടുന്നത്. അങ്ങോട്ടേക്ക് പോവാം. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ 1:40 ഞങ്ങൾക്ക് ട്രെയിന്. അവിടെ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഒരു ചീഫ് ഗസ്റ്റ് തന്നെ എത്തിയിട്ടുണ്ട്. ചീഫ് ഗസ്റ്റ് എന്ന് പറയാൻ കാരണം പുള്ളി ഒരു ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് വരുന്നതാണ്. കൂടെ ഒരു കവറും കയ്യിലുണ്ടായിരുന്നു. അപ്പം റിൻഷേച്ചി തന്ന ആ ബാഗിൽ എന്തുണ്ടെന്ന് നമുക്ക് കാണാം. ആദ്യം തന്നെ അതിലുള്ളത് ഒരു പോപ്കോൺ ആയിരുന്നു. പിന്നെ മാൽക്കിസ്റ്റിൻ്റെ 3 എണ്ണം, ഞങ്ങൾക്ക് 3 പേർക്കായിട്ട് 3 സാധനങ്ങളെല്ലാം തന്നെ അവൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കിക്കാറ്റ് 3 എണ്ണം ഉണ്ടായിരുന്നു, സ്നിക്കേഴ്സ് ഉണ്ടായിരുന്നു, ഡയറി മിൽക്കും യൂണിബിക്കിൻ്റെ ബിസ്ക്കറ്റ്. അങ്ങനെ ഞങ്ങളെ ഷുഗർ കൂടാനുള്ള എല്ലാ സാധനങ്ങളും അതിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം റിൻഷേച്ചിക്ക് താങ്ക് യു പറയുകയാണ്. താങ്ക് യു റിൻഷ, താങ്ക് യു സോ മച്ച്. ഞങ്ങളെ ജിം ട്രെയിനർ ഇത് കാണുന്നുണ്ടെങ്കിൽ സോറി. ഇങ്ങനെ ആൾക്കാർ ഞങ്ങളെ സ്നേഹിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് അത് നിരസിക്കുക, എങ്ങനെയാണ് വേണ്ടാന്ന് പറയുക. ട്രെയിനിൽ കയറിയ പാടെ തന്നെ ഞങ്ങൾ ഓരോന്നായി കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. കൊണ്ടുപോയ ഒരു സാധനം ഞങ്ങൾ ബാക്കി വെച്ചിട്ടില്ല, എല്ലാം ഇരുന്ന് കഴിക്കുക തന്നെയായിരുന്നു മെയിൻ പരിപാടി. 4 മണിക്കൂറുള്ള ജേണിയിൽ ആദ്യത്തെ 1 മണിക്കൂർ കൊണ്ട് തന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ തിന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം ബുക്ക് വായിച്ചു, കീത്തു സീരീസ് കണ്ടു. സാൻഡിക്കൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരെയും നോക്കിയിട്ട് ചിരിച്ചിങ്ങനെ നിന്നു. എൻ്റെ കുട്ടിക്ക് പനിയാണ് ഗൈസ്, പനിയാണ് ഗൈസ്. സാൻഡി സ്റ്റോപ്പ് എത്തുന്നതിന് മുമ്പ് തന്നെ ട്രെയിന് പിടിച്ചിട്ടു. അത് തൊട്ടടുത്ത് തന്നെ. അത് പിന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ഡെസ്റ്റിനേഷൻ എത്തി ഗായ്സ്. അതെ, ഞങ്ങൾ വിച്ചൂട്ടനെ കാണാൻ വേണ്ടിയിട്ട് മാംഗ്ലൂർ വന്നേക്കാണ്. അവൻ ഉടുപ്പി മണിപ്പാലിലാണ് പഠിക്കുന്നത്, PhD എടുക്കുകയാണ്. ഇവിടുന്നൊരു 1.5-2 മണിക്കൂർ എടുക്കും മണിപ്പാലിലെത്താൻ വേണ്ടിയിട്ട്. പക്ഷേ വിചാരിച്ച സമയത്തും എത്തിയില്ല. 3-4 മണിക്കൂർ എത്താണ് ഞങ്ങൾ ബ്ലോക്ക് കാരണം എത്തിയത്. ഇതാ അവസാനം അവൻ്റെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ ഇതാ ഓട്ടോ ഇറങ്ങി ഞങ്ങൾ നടക്കുവാണ്. ഇതാ ഞങ്ങളെ ഇച്ചൂട്ടിനെ കണ്ടല്ലോ നിങ്ങൾ. ഇതാണ് ഞങ്ങളെ PhD ഡോക്ടർ വിശ്വ പ്രകാശ് OC. ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവാണ് ഗൈസ് ഞങ്ങൾ. വെൽക്കം ടു തന്നെ പറ. ബർത്ത്ഡേ കേക്കാണ് ഗൈസ്. രിച്ചുവിന്റെ കുക്കറുണ്ട് അവിടെ, കുക്കറിൽ ചിക്കൻ കറി ശരിക്കും ഉണ്ടോ. ഞങ്ങൾ വരുന്ന പ്രമാണിച്ച് ആദ്യം തന്നെ വെച്ചു ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് വെക്കേണ്ട പണി മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചോറ് തികയാതെ വന്നതുകൊണ്ട് ഞങ്ങളത് കുറച്ച് ചപ്പാത്തിയും ഉണ്ടാക്കിയതെന്ന് മാത്രം. അപ്പോൾ OCD ഉള്ള 3 പെങ്ങന്മാർ ഒരു ആൺകുട്ടിയുടെ ഹോസ്റ്റലിലെത്തിയാലുള്ള അവസ്ഥ എന്തായിരിക്കും നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം തുടങ്ങിയത് ക്ലീനിങ്ങാണ്. ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം ബെഡ് എടുത്ത് നന്നായി വിരിച്ചു. അവിടെ ഇരുന്ന് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കഥകൾ പറയലാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. 28 വയസ്സുള്ള ഞാൻ തുടങ്ങി 19 കഴിഞ്ഞ് 20ലേക്ക് കടക്കുന്ന കീത്ത് വരെയുണ്ട് ഞങ്ങളെ ഗ്യാങ്ങിൽ. അപ്പോൾ പല കഥകൾ, പല കോളേജ് വിശേഷങ്ങൾ, പല ഏജിൻ്റെ കാര്യങ്ങൾ ഒക്കെ ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ടാവും. വീടിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ പണ്ട് തൊട്ടേ കളിയും കുളിയും ഫുഡ് കഴിക്കലൊക്കെ ഒരുമിച്ചായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കോളേജ് ആയപ്പോൾ അവരെപ്പോഴും വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം രാത്രി ഇരുന്ന് ഞങ്ങളിങ്ങനെ ഇത് പറയാറുണ്ട്. സംസാരിച്ച് ഉറങ്ങിയത് എപ്പോഴാണെന്ന് ഓർമ്മയില്ല. രാവിലെ എണീറ്റ് ഓട്സും അതേപോലെ തന്നെ ബോയിൽഡ് എഗ്ഗാണ് ഞങ്ങൾ കഴിച്ചത്. അൺഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് കഴിക്കുന്ന ഒരു കീർത്തനയുണ്ട്. കീത്ത് അൺഹെൽത്തി ഫുഡാണ് കഴിക്കുന്നത്. ഓട്സിൽ ഉപ്പ് വാരിയിട്ട കഥ പറയണോ ഗൈസ്? ഇത് കണ്ടിട്ട് കമന്റ് ഉപ്പ് ഓർ പഞ്ചസാര. ഹലോ ഗൈസ്, വെൽക്കം ടു തേജമ്മയുടെ യൂട്യൂബ് ചാനൽ. ഗെറ്റ് റെഡി വിത്ത് us ചെയ്യാം. ഞാൻ ഇതെന്റെ ടോണറാണ്. എനിക്ക് ടോണർ വേണമെങ്കിൽ അല്ല PH സെറ്റ് ആക്കാൻ എല്ലാവർക്കും ഞാൻ എന്റെ ടോണറാണ് ഗൈസ് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ മോയ്സ്ചറൈസർ ഇടും. ഇവരൊന്നും ഇടുമെന്ന് എനിക്കറിയില്ല. വേണമെങ്കിൽ തരാം. മതി. ഞാൻ സൺസ്ക്രീൻ ഇടും. I am having
the sunscreen. Yeah, that is what I am doing. ലിപ്സ്റ്റിക് ഉണ്ടല്ലോ. ലിപ്സ്റ്റിക് മാത്രം കൊണ്ടുവന്നിട്ടുണ്ട് ഗായ്സ്. നമസ്കാരം ഇടുവാണ്. പറ്റില്ല. തേജസിന്റെ മേക്കപ്പ് ബാഗ് ഗൈസ്. ഇത് സാൻഡിയും കൺസീലർ ഒക്കെ ഇടുന്നുണ്ട് ഗൈസ്. യാ ഗൈസ്. ഫൗണ്ടേഷൻ. എനിക്ക് പിന്നെ നാച്ചുറൽ ബ്യൂട്ടി ആയതുകൊണ്ട് അതൊന്നും വേണ്ട ഗൈസ്. എൻ്റെ അനിയത്തി എനിക്ക് ലിപ്സ്റ്റിക് ഇട്ടുന്നു ഗൈസ്. ഇട്ടിരുന്ന് അറിയുന്നുണ്ടോ? ഹലോ ഗൈസ്. അപ്പം നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്തുള്ള ലേക്ക് പോയിട്ട് ഗെറ്റടിയിട്ട് അവസാനമായിട്ട് വിച്ചുണ്ട് ഗെറ്റടി. ആദ്യം തന്നെ ഞങ്ങൾ എണീറ്റിട്ട് നേരെ പോയത് മണിപ്പാൽ ലേക്കിലേക്കാണ്. അതിൻ്റെ വിഷ്വൽസാണ് ഇനി കാണാൻ പോകുന്നത്. ലേക്ക് കറങ്ങിയിട്ട് നേരെ ഞങ്ങൾ വീണ്ടും റൂമിലേക്ക് പോയി. ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി ഗൈസ്. കോസ്റ്റ്യൂം ചേഞ്ച്ഡ് ഗൈസ് ഫോർ ബീച്ച്. അങ്ങനെ നേരെ ഞങ്ങൾ വണ്ടി റെൻ്റ് എടുക്കാൻ വേണ്ടി പോയി. 2 സ്കൂട്ടി ഞങ്ങൾ റെൻ്റ് എടുത്തു. ഒന്നിന് 500 രൂപ വെച്ചായി. പിന്നെ പെട്രോളും നമ്മൾ അടിക്കണം. അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് സെൻറ്റ് മേരീസ് അയർലൻഡിലോട്ടാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ ബൈ ഫ്രം സെൻറ്റ് മേരീസ് അയർലൻഡ്.